ഹായ്. ഇത് നമ്മൾ നെയ്യാർ ഡാമിൽ മണിമേടയിൽ പോവുകയാണ്. അതെ, അപ്പം ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ്. നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ അവിടെ എന്തൊക്കെ കയറും അറിഞ്ഞൂടാ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പയ്യെ പോവാണ്. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ പോയിട്ട് അങ്ങ് ലക്ഷ്യമാണ് അല്ലേ ശരി. ഹായ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ മണിമേട. ഇതാണ് നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസ്. വേറെ വഴിയിലൂടെയും പോവാം. ഇതാണ് ബ്രിഡ്ജ്, നെയ്യാർ ഡാം ബ്രിഡ്ജ്. ഇതാണ് വാട്ടർഫാൾ, നെയ്യാർ വാട്ടർഫാൾ. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് നെയ്യാർ ഡാമിൽ. കണ്ടോ, അടുത്ത ആള് കയറുവാണ്. ഇവിടെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കറങ്ങണം. അതൊക്കെയാണ് നമ്മൾ പ്ലാൻ. ബോട്ടിങ് നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്കൊക്കെ പോവാം കേട്ടോ. ബോട്ടിംഗ് ഒക്കെ പോകുന്നുണ്ടേ. ഉണ്ട്, നമുക്കത് കയറണമെന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, കയറുന്ന വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ആണ്. നമ്മൾ 3D തിയേറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് മീനാണ്, കാണാമല്ലോ നിങ്ങൾക്ക്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ബോട്ട് ലൈഫ് ജാക്കറ്റ്സ് ഇല്ലാതെ ബോട്ടിൽ അനുവദിക്കുന്നുണ്ട്. നല്ല വൈബാണ് ഗൈസ്. മൊബൈൽ കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയാൽ തീർന്ന്. നമ്മള് ബോട്ടിങ്ങിന് പോകണം ഗൈസ്. നമ്മൾ പറഞ്ഞില്ലേ ബോട്ടിങ്ങിന് പോകാനുള്ള. കണ്ടോ, ബോട്ടിങ്ങിന് പോകണം. എല്ലാവരും ബോട്ടിങ്ങിനുണ്ട്. ഡിയർ പാർക്കിലോട്ടുള്ള വഴിയാണിത്. നമ്മളൊരു വനത്തിലെ ഒരു ഫീല് നമുക്കിതിൽ കിട്ടും. വനത്തിൽ കൂടെ നടക്കുന്ന ഒരു ഫീല്. ഫോറസ്റ്റിനകത്താവുള്ള നെയ്യാർ ഡാമിനകത്താവുള്ള എല്ലാം ഉണ്ട്. വെയിലായതുകൊണ്ട് എല്ലാവരും
പറയാൻ ഹലോ ഗൈസ്, അപ്പം ഇപ്പം നമ്മൾ നേരിടാൻ വേണ്ടി ബോട്ട് കഴിഞ്ഞത് നമ്മൾ ആനയെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ണൻ 6 വയസ്സുള്ള കണ്ണൻ 6 വയസ്സുള്ള കണ്ണനാണ്. പിന്നെ നമ്മളിപ്പം മാനിനെയൊക്കെ കണ്ടിട്ട് വന്നു. മാനൊക്കെ വെയിലായിട്ട് കാട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി 2-3 പേരെ കണ്ടു. എൻ്റെ പേര് കണ്ണൻ, 6 വയസ്സ്. നമ്മൾ ഗോപുരത്തിൽ കയറുകയാണ്. മണിമേടയിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതാ 2 സ്റ്റെപ്പ്. ഇവിടെ എനിക്ക് ഏറ്റവും മോഹം കയറാൻ. രണ്ടാമത് കയറി. ഇപ്പം ബിരിയാണി ഐസ്ക്രീം കഴിച്ചോണ്ട് ബോട്ടിലിടയിൽ ഐസ്ക്രീം ഒക്കെ തിന്നു കേട്ടോ. ഇതാ നെല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. നെല്ലിക്ക കണ്ടോ, കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക. ഗായ്സ്, നമ്മൾ 4ാമത്തേത് എത്തി. അടുത്ത് ഗൈസ് ഈ വ്യൂ ഈ ഡാമിൻ്റെ വ്യൂസ് കണ്ടല്ലോ എല്ലാവരും. ഗോപുരത്ത് കൊണ്ട് ഗൈസ് കൊണ്ട് ഇരിക്കുകയാണ്. അത് ആറുകളും എപ്പോൾ തീരോടെ അവസാനം നമ്മളെത്തി ഗോപുരത്തിൽ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വ്യൂ. ഇന്ന് മണ്ടയിൽ കാണിച്ചു ആൾക്കാർ അവിടെ നമ്മൾ കളിക്കും. ഡാം ഫുള്ളും കാണാമോ ഗൈസ്? ഏറ്റവും ലാസ്റ്റ് അവിടെ ഇരിക്കുന്നത് ഗൈസ്. മലകൾ ഗൈസ്. അപ്പം ഞാൻ നേരിടാൻ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ മണിമേടെ എല്ലാം കയറി. അപ്പം നമ്മളത് ഇറങ്ങുവാണേ. അപ്പം ഗേറ്റ് കഴിഞ്ഞു ഗൈസ്. യെസ് ഗൈസ്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് അവിടെ നേരിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം അവിടെ ഞാൻ വൈൽഡ് ആനിമൽ ബോട്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ വൈൽഡ് ആനിമൽസ് കാണാൻ പോയപ്പോൾ കണ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൻ 6 വയസ്സുള്ള എനിക്കും ഇത്. പിന്നെ ബോട്ടിങ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ അതൊക്കെ കാണാൻ. എനിക്ക് അവിടെ 3D തിയേറ്റർ സെറ്റ് 3 പടങ്ങൾ. ആദ്യത്തേത് ഹോറർ, രണ്ടാമത്തെ പ്ലെയിൻ പോത്തളെന്തോ, പിന്നെ ആദ്യത്തെ നമ്മുടെ നേർ ഡാമിനെ പറ്റി പറയുന്നതും, രണ്ടാമത് ഹോറർ, മൂന്നാമത് ഒരു 3D തിയേറ്റർ ആയിരുന്നു. 3D ആയിരുന്നു. കൊള്ളാം. അപ്പം അതെല്ലാവരും കയറണം കേട്ടോ. തിരുവനന്തപുരത്തുള്ള എല്ലാവരും എവിടെ പോയാലും നേർ ഡാം മിസ് ചെയ്യരുത്. യെസ്. എനിക്ക് തോന്നുന്നു 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെയാണ് തുറന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? പിന്നെ അവിടെ വലിയൊരു 56 വയസ്സുള്ള ജയശ്രീ എന്ന് പറയുന്ന ആന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാനൊക്കെ കാണാൻ പോയി. പിന്നെ ഒരു 6 വയസ്സിൽ കൊച്ചാന ഉണ്ടായിരുന്നു, കണ്ണൻ. അതാണ് ഞാൻ പറഞ്ഞു. പിന്നെ മാനിനെ കാണാൻ പോയി കേട്ടോ. മാന് കുറേ 2 കുഞ്ഞു കുരങ്ങനുണ്ടായിരുന്നു മാനിന് കൂടെ. അപ്പം മാന് എല്ലാം 2-3 അവിടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അങ്ങ് കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ അവിടെ ഇടയ്ക്ക് വേറൊരു പോണ്ട് പോലത്തെ ചെറിയ സംഭവം ഉണ്ടായി. അവിടെ 2 കുട്ടി കുരങ്ങന്മാരെന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചീങ്കണ്ണയുണ്ട് ഗൈസ്, ക്രൊക്കഡൈൽസ് ഉണ്ട്. ഒരാൾ വാഹ തുറന്ന് ഉറങ്ങാണെന്ന് തോന്നുന്നു, മറ്റൊരാൾ കിടന്നുറങ്ങുന്നത് കണ്ടായിരുന്നു. പിന്നെ പെരുമ്പാമ്പിനെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് വേറെ എങ്ങോട്ടും ആയിരുന്നു. അത് എന്തോ നടക്കുമ്പോൾ താമസിക്കും. പിന്നെ നമ്മൾ അത് കാണാൻ പോയില്ല. ഈ മാനൊക്കെ കാണുന്ന ഒരു കാടിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.